ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർക്കിടക മാസത്തിലെ സ്കിൻ കെയറിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റനിങ് പൗഡർ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതായത് നിങ്ങൾക്ക് ഇത് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം, ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ട് റിസൾട്ട് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾ ആദ്യമേ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 മന്ത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് പാക്കായിട്ടും സ്ക്രബ്ബറായിട്ടൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിക്ക് നമ്മുടെ ഫേസിനെ സോഫ്റ്റ് ആക്കുകയും ക്ലിയർ ആക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വെക്കുക. ഇഷ്ടമായെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനാദ്യം വേണ്ടത് നമ്മുടെ ഞവര അരിയുടെ പൊടിയാണ്. റെഡ് റൈസിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. എത്ര വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടും ഇപ്പോഴും പലരും ചോദിക്കുന്നു ഇതെന്താ സംഭവം, ഇത് ഇവിടെ കിട്ടാനില്ല അവിടെ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഞവര അരി അത് അങ്ങനെ തന്നെയാണ് പറയുക, വേറെ ഒരു പേരും ഇതിനില്ല. പിന്നെ റെഡ് റൈസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമ്മൾ കടയിൽ പോയിട്ട് ഈ ഞവര അരി എന്ന് പറഞ്ഞാൽ തന്നെ അവർ നമുക്ക് തരും. ആയുർവേദിക് ഷോപ്പുകളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ സാധാരണ നോർമൽ കടകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പലർക്കും ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്നത് ഓൾറെഡി ഞാൻ ഇത്രത്തോളം പൊടിച്ച് വെച്ചതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് അത് നന്നായിട്ട് നമുക്ക് റിസൾട്ട് തരും. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈസാണ് കേട്ടോ. ഈ റൈസ് പൗഡറാണ്. നമ്മൾ നോർമൽ റൈസിനേക്കാളും നന്നായിട്ട് റിസൾട്ട് തരുന്നത് ഈ റെഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് എവിടേക്ക് കിട്ടാനില്ല, നിങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നോർമൽ റൈസ് പൗഡർ എടുക്കുക. ഇതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി നോക്കുക. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കുക കേട്ടോ. നന്നായിട്ട് റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുണ്ടെങ്കിൽ ഇത് എടുക്കുക. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നോർമൽ റൈസ് പൗഡർ എടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു റെഡ് റൈസിൻ്റെ പൗഡറാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയുടെ പൊടിയാണ് കേട്ടോ. ഉലുവയുടെ പൊടിയാണ് ഞാനിവിടെ എടുത്ത് പൊടിച്ച് വെച്ചേക്കാണ്. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഉലുവയുടെ പൗഡറാണ്. അതുപോലെ തന്നെ നമ്മൾ ഞവര അരി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിരിക്കും. പലരും ഡയറക്റ്റായിട്ട് മേടിച്ചിട്ട് അങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തത് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെയൊക്കെ അവർ പാക്ക് ചെയ്ത് തരുന്നതാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട്. അപ്പോൾ രണ്ടാമത് വേണ്ടത് ഉലുവയുടെ പൊടിയാണ്. ഉലുവ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും, അങ്ങനെ അതായാലും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എന്താ പറയുക, ചെറുപയർ പൊടി. ഇത് എല്ലായിടത്തും ഉണ്ടാവും. ഉലുവയും എല്ലായിടത്തും ഉണ്ടാവും. എല്ലാവർക്കും കിട്ടാൻ കുറച്ച് പണിയുള്ളത് ഈ ഒരു ഞവരയുടെയാണ്. വീട്ടിൽ ചെറുപയർ ഉണ്ടെങ്കിൽ അത് കഴുകി ഉണക്കി പൊടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റിനേക്കാളും കേട്ടോ കുറച്ചുകൂടി നല്ലത് വീട്ടിൽ നിന്ന് പൊടി. ഞാനിത് വീട്ടിൽ നിന്ന് പൊടിച്ച് വെച്ചതാണ്. എത്രത്തോളം ഉണ്ട് ഞാൻ എല്ലാം ഇതുപോലെ പൊടിച്ച് വെക്കാറുണ്ട്, കാരണം കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ മൂന്നാമതായിട്ട് വേണ്ടത് നമുക്ക് ചെറുപയറിൻ്റെ പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കടലപ്പൊടി ഉണ്ട്. പൊടിയും ഏകദേശം തീരാറായിട്ടുണ്ട്. എല്ലാം ഇത്രത്തോളം പൊടിച്ച് വെച്ചതായിരുന്നു. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് കാരണം ഓരോ പാക്കുകൾക്കും കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ 4ഉം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലതിപ്പോൾ ഈ ഒരു ഉലുവയുടെ പൊടിയൊക്കെ കുറച്ചുകൂടി ഒന്ന് പൊടിയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് പൊടിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈറ്റനിങ് പൗഡർ കേട്ടോ. ഇനി ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത്ര എങ്ങനെ പൊടിയത്തുള്ളൂ. ഓക്കെ, നന്നായിട്ട് പൊടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ച് വയ്ക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫേസ് വാഷിനും എല്ലാത്തതിനൊക്കെ നമുക്ക് അങ്ങനെ പൊടിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് വാഷ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രൈറ്റനിങ് പൗഡറിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ബോഡിയിലൊക്കെ നിങ്ങൾ വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ആകുമ്പോൾ നമുക്ക് ഡബിൾ ക്ലൻസിങ് കിട്ടിക്കോളും. നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ക്ലീൻ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ യൂസ് ചെയ്തേക്കുന്നത്. രണ്ടും കൂടിയും മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ വന്ന ഉടനെ നിങ്ങൾ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രീതിക്ക് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഫേസ് വാഷ് ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി. റോസ് വാട്ടർ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു റോസ് വാട്ടർ എന്ന് പറയുന്നത് ക്ലൻസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പം ഡബിളായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബ്രൈറ്റനിങ് പൗഡർ എടുക്കുന്നുണ്ട്, 1-2 ടീസ്പൂൺ എടുക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റുകളൊന്നും എടുക്കാണ്ടിരിക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക, നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ചുറ്റിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ചെയ്ത് കൊടുക്കണം. ഞാൻ ഭയങ്കര സ്പീഡിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്, കാരണം ഇല്ലെങ്കിൽ ബോറടിക്കും, ഒരുപാട് ലോങ് ആയി പോകും വീഡിയോ. അതുകൊണ്ട് ഞാൻ സ്പീഡിലാണ് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം വളരെ പതുക്കെ മൈൽഡായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിമ്പിൾസൊക്കെ ഉള്ള ഏരിയ എന്നുണ്ടെങ്കിൽ അവിടേക്ക് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സ്ക്രബിങ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യാം. സ്ക്രബിങ് ഒരിക്കലും നമ്മൾ ഡെയിലി ചെയ്യരുത് കേട്ടോ, അത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഡാമേജ് ആക്കും. വീക്കിലി നിങ്ങൾക്ക് 1-2 തവണ, മാക്സിമം ഒരു തവണയൊക്കെ ചെയ്താലും മതി, അല്ലെങ്കിൽ 2 തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഡെയിലി ചെയ്യാണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ കിടന്നോട്ടെ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫേസ് പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൈറ്റനിങ് പൗഡർ എടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് റോസ് വാട്ടർ എടുക്കുന്നുണ്ട്, പിന്നെ ആലോവേര ജെല്ല്. നമുക്ക് 2 രീതിയിലാണ് ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഓൾ സ്കിൻ ടൈപ്പിനും ചേരും. ഓയിലി സ്കിൻ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇതല്ലാണ്ട് നിങ്ങളത് നോർമൽ ടു ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട്, അതായത് നമ്മൾ ബ്രൈറ്റനിങ് പൗഡർ എടുക്കുക, പിന്നെ കുറച്ച് പാലെടുക്കാം, അല്ലെങ്കിൽ തൈരെടുക്കാം, ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചെറുനാരങ്ങയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഓയിലി സ്കിന്നിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞേക്കുന്നത്. നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് പാല് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. നമ്മൾ പാലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിനൊക്കെ ചേരുന്നതായിരിക്കും. പിമ്പിൾസും കാര്യങ്ങളൊന്നും വരത്തുമില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതി. ഇതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം കുറച്ച് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് റിസൾട്ട് കാണിച്ചു തരാം. ആദ്യം ബാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ നമ്മൾ ഫേസൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു പാക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ദിവസം യൂസ് ചെയ്തപ്പം എൻ്റെ ഫേസിൽ ആ ഡൾനെസ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി. സെക്കൻഡ് ഡേ യൂസ് ചെയ്തപ്പോൾ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റായി. ഇന്ന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓൾറെഡി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നല്ല രീതിക്ക് ഫേസ് തിളങ്ങുന്നുണ്ട്. അതായത് നമുക്കൊരു ഗ്ലോ കിട്ടുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഈ 3ാമത്തെ ദിവസം ചെയ്തപ്പം തോന്നിയിട്ടുള്ളത്. അപ്പം 3 ദിവസം യൂസ് ചെയ്തപ്പോഴേക്കും ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു 1 to 2 വീക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. ഓരോ ദിവസവും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഡബിളായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡേ 1 യൂസ് ചെയ്തപ്പോഴും ഡേ 3 ചെയ്തപ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ചുമ്മാ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നല്ല കേട്ടോ. സൂപ്പർബാണ്. നമ്മുടെ ഫേസ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഫേസ് തിളങ്ങുന്നുണ്ട്, നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ മിസ്സാവാണ്ടിരിക്കാനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.